നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോനെ, എന്താ പറ്റിയത്? എന്റെ ഈശ്വര, ഒന്നുമില്ലമ്മേ, ഒന്നുമില്ലെന്നേ. ഒന്നുമില്ലെന്നോ? കാണിച്ചേ, കാണിക്കണ. അയ്യോ ഭഗവാനെ, എന്താ ഈ കാണുന്നേ? എന്ത് പറ്റിയതാണ്? പറയാൻ ചന്ദ്രേട്ടാ, പ്ലീസ് അമ്മേ, പ്ലീസ് ഒച്ച വെക്കല്ലേ, ആരെ അറിയിക്കരുത്, പ്ലീസ്. പറയടാ, എന്നോട് സത്യം പറ. എന്ത് പറ്റി നിനക്ക്? സത്യം പറയണം നീ. എടാ പറയാൻ. എന്റെ ഭഗവാനെ, പൂജാമുറിയിലെ കിണ്ടിയും വെള്ളവും അറിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായതാ എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഈശ്വരൻ അപ്പോഴേ എനിക്ക് കാണിച്ചു തന്നതാ. പക്ഷെ നീ വന്ന് നേരിട്ട് കണ്ടപ്പോ ഒന്നും പറ്റിയില്ലല്ലോന്ന് ഞാൻ ആശ്വസിച്ചു. എന്നിട്ട് മറച്ചു പിടിച്ചിരിക്കായിരുന്നല്ലേ എന്നോട് പറയാതെ. എനിക്കറിയണം സത്യം എന്താണെന്ന് പറ. എടാ പറയാൻ. സംഭവിച്ചെന്താണെന്ന് പറഞ്ഞ അഞ്ജലിയെ കുറിച്ച് കൂടുതലായി പറയേണ്ടി വരും. കല്യാണം കഴിച്ചതുപോലെ ഒരുമിച്ച് ജീവിക്കണമെന്നും പറയേണ്ടി വരും. എടാ പറയാൻ, സത്യം പറയാൻ. എന്ത് പറ്റിയടാ നിനക്ക്? അത് അമ്മ, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. ചെറിയ ആക്സിഡന്റോ? കണ്ടാലറിയാലോ ഇതത്ര ചെറിയ മുറിവൊന്നും അല്ല. സത്യം പറ പ്രസാദേ, നീ ആരെങ്കിലും വഴക്കുണ്ടാക്കിയതാണോ? ഓ എന്റെ അമ്മയും, സത്യം ഞാനീ പറയുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. ആക്സിഡന്റ് പറ്റിയ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ചെറിയ 2 സ്റ്റിച്ച് കിട്ടു. ഇടയ്ക്ക് മരുന്ന് വെക്കണം, തന്നിരിക്കുന്ന 1-2 ടാബ്ലറ്റും കഴിക്കണം, അത്രേ ഉള്ളൂ. 3-ാം ദിവസം പാടുപോലും ശരീരത്തിൽ കാണത്തില്ല, ഉറപ്പാ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭഗവാന്റെ മുമ്പില് എന്ന് വിളക്ക് തെളിയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതേ ഒരേ ഒരു കാര്യം മാത്രം, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരില്ലേ എന്ന്. ഭഗവാനാ നിന്നെ കാത്തത്. എന്നെ കാത്തത് ഭഗവാനല്ലമ്മേ, ജീവിച്ചിരിക്കുന്ന ഒരു ഭഗവതിയാ, ഒരു ദേവതയെന്നും പറയാം. ദേവതയോ? ആരത്? അമ്മ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ അയച്ചതാവും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ദേവതയുടെ പേര് അഞ്ജലി എന്നാണമ്മേ. അവള് വ്രതമെടുത്ത് തിരിച്ചു പിടിച്ചതാ എന്റെ ഈ ജീവൻ. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, തീർച്ചയല്ലേ? ഇല്ലമ്മേ, തീർച്ചയാ. എന്തായാലും ഇന്നിനി പോകാനൊന്നും നിൽക്കണ്ട, കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അയ്യോ, അത് മാത്രം പറയല്ലേ അമ്മേ. ഒരു 100 കൂട്ടം ജോലികൾ ബാക്കി കിടക്കുക അവിടെ. താമസിക്കാതെ ഇവിടുന്ന് പുറപ്പെട്ടാലേ ഉച്ച കഴിയുമ്പോഴേക്കും വീട്ടിലെത്തും. എന്നാലും ഒരെന്നാലും ഇല്ല. അച്ഛനും അമ്മയെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ വന്നത്. പോവാതെ പറ്റില്ലമ്മേ. പിന്നൊരു കാര്യം, ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അറിഞ്ഞെല്ലാരും വിഷമിക്കില്ലേ. അമ്മയായിട്ട് ഇനി ആരോടും പറയാൻ നിൽക്കരുത്, പ്ലീസ്. അല്ല, അമ്മ എന്തേ കൊണ്ടുവന്നത്? സാരിയാണല്ലോ, ഇതാർക്കാ? അഞ്ജലിമൊക്കെ കൊടുക്കാൻ വേണ്ടി മേടിച്ചു വെച്ചതാ. ആർദിക്കുള്ളത് ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഓ, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കണമായിരിക്കും. ശരി, ആയിക്കോട്ടെ. നീ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാവൂ കേട്ടല്ലോ മോനെ, എന്തേലും പറ്റി അറിയാലോ. ഏയ് ഒന്നുമില്ലമ്മേ. അമ്മ കണ്ണു തുടച്ചേ, ഇറങ്ങാൻ പോവാ ഞങ്ങള്. കണ്ണീര് കാണിച്ചു വേണ്ട യാത്ര പറച്ചില്. അപ്പോഴിനി അടുത്ത വരവിന് കാണാം. നിക്കാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ഇനി ഞാനായിട്ട് മുടക്കമൊന്നും പറയുന്നില്ല. അവരിറങ്ങിയോ നോക്കട്ടെ. അഞ്ജലി, ഐ എം സോറി. എന്തിന്? എനിക്ക് വിഷമമായില്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിനും പെരുമാറിയതിനും?
ഏയ് ഇല്ല. സോറി, തെറ്റുപറ്റിപ്പോയിന്ന് തോന്നിയ പിന്നെ ക്ഷമ ചോദിക്കുക, ശരിയായ പ്രായച്ചിത്തും. അതിന് പ്രസാദേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോലുമില്ല, സത്യം. ഏയ് അങ്ങനെയല്ല. എന്ത് കാരണത്തിന്റെ പേരിലായാലും ഞാൻ അങ്ങനെയൊക്കെ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. അല്ല പ്രസാദേട്ട, ഒരിക്കലും അല്ല. എനിക്കാ തെറ്റുപറ്റിയത്. എവിടെ പോവായിരുന്നെങ്കിലും പ്രസാദേട്ടനോട് പറയണമായിരുന്നു. ഞാനത് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാതെ പേടിച്ചു. തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോ തലയ്ക്ക് തീ പിടിച്ച പോലായി. ഇത്രയും നാൾ കൈവെള്ളയിൽ വെച്ച് കാത്തു പരിപാലിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കൈവിട്ടു പോയെന്നൊരു തോന്നൽ. ഒരു നിമിഷം എന്റെ മനസ്സ് ഞാൻ പിടിച്ചെടുത്തു നിന്നില്ല. അതാ സംഭവിച്ചത്. ഏയ് അതൊന്നും സാരമില്ല. മറ്റുള്ളവരെന്ത് കരുതിയാലും സാരമില്ല. എനിക്കല്ലേ അറിയൂ എനിക്ക് വേണ്ടി പ്രസാദേട്ടൻ എന്തെല്ലാം ചെയ്തോന്ന്, എവിടെയൊക്കെ ജീവൻ പണയം വെച്ച് ഫൈറ്റ് ചെയ്തോന്ന്. വേണ്ടപ്പെട്ടവര് പോലും കൂടെ നിൽക്കാത്ത ഈ ലോകത്ത് ഒരാള് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് കൂടെ നിൽക്കാന്ന് പറഞ്ഞ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ ഉള്ളത്? അങ്ങനെയുള്ള അവകാശമോ അധികാരമോ ഒന്നും മനസ്സ് വെച്ചിട്ടല്ല. തനിക്കെന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ള വേവലാതി. വീണ്ടും വീണ്ടും പറയണ്ട, അതെനിക്ക് മനസ്സിലായി. എന്റെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടാനും ആദ്യ കയറാനും ഒക്കെ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ളതാ സത്യത്തിൽ ഇപ്പൊ എന്റെ സമാധാനം. അതറിയോ പ്രസാദേട്ടന്? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. പ്രസാദേട്ടന് ഞാൻ ഒന്നും തന്നിട്ടില്ല ഇതുവരെ. കയ്യിലുള്ള സ്വന്തം ജീവിതം കൂടി പിടിച്ചു വാങ്ങിയിട്ടേയുള്ളൂ ആരതിയുടെ ജീവിതം സംരക്ഷിച്ചു പിടിക്കാൻ. നാളെ മറ്റൊരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കേണ്ട ആളാണ് എന്നതുപോലും മനഃപൂർവ്വം മറന്ന് ഭാര്യവേഷം കെട്ടി നിൽക്കുക ഞാനിവിടെ. എന്നിട്ടും പ്രസാദേട്ടൻ എന്നോട് പരാതി പറഞ്ഞോ? ഇല്ല. ഒരു നോട്ടം കൊണ്ടുപോലും കുറ്റപ്പെടുത്തിയോ? ഇല്ല. ഇത്രയും ദയ ഈശ്വരന്മാര് പോലും കാണിക്കില്ല. അതാണ് വാസ്തവം. അഞ്ജലി, സത്യം പറഞ്ഞ എന്റെ മനസ്സിലിപ്പോ പ്രസാദേട്ടന് ഈശ്വരന്റെ സ്ഥാനോ? എന്നെ ശപിക്കാനോ തല്ലാനോ, എന്തിനേറെ ഈ ജീവൻ പോലും തിരിച്ചെടുക്കാനോ ഉള്ള അവകാശം പ്രസാദേട്ടനുണ്ട്. ഞാൻ ചെയ്ത അവിവേകത്തിന് പ്രസാദേട്ടൻ വേണം എന്നോട് ക്ഷമിക്കാൻ. ഐ എം സോറി. എന്റെ നെഞ്ചി കല്ലൊന്നുമല്ല. എന്നോട് കരുതലുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയാനും കഴിവുള്ളൊരു ഹൃദയം തന്നെയാ. അതുകൊണ്ട് പറഞ്ഞതും ചെയ്തതും ഓർത്ത് പ്രസാദേട്ടൻ വിഷമിക്കരുത്. എന്നോട് പ്രസാദേട്ടന് അതിനുള്ള അവകാശമുണ്ട്, എന്നും എപ്പോഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.